വിശേഷങ്ങളുമായി കലിഡോസ്കോപ്പ് ഇതാ വീണ്ടും ആരംഭിക്കുന്നു. കലോത്സവത്തിന്റെ മണ്ണിലായിരുന്നു കഴിഞ്ഞ ആഴ്ച നമ്മൾ. ഇത്തവണ പക്ഷേ ചില പുതിയ കാഴ്ചകളുണ്ട്, കൗതുകങ്ങളുണ്ട്, വിശേഷങ്ങളുമുണ്ട്. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. ഇത്തവണ ഞാൻ ആദ്യം പറയാൻ പോകുന്നത് കേളുവേട്ടൻ്റെ വിശേഷമാണ്. കേളുവേട്ടൻ്റെ റേഷൻ കടയിലെത്തുന്ന ആർക്കും ഇതേവരെ പരാതിപ്പെടാനുള്ള അവസരം ലഭിച്ചിട്ടില്ല. കേളുവേട്ടൻ അളന്നു കൊടുക്കുന്നതെല്ലാം കൃത്യമാണ്. ഇതെല്ലാ റേഷൻ കടയിലും സംഭവിക്കുന്നതാണല്ലോ എന്ന് ചിന്തിക്കാം. പക്ഷേ കാര്യം ഒരല്പം വ്യത്യസ്തമാണ്. അത് സസ്പെൻസ്, കണ്ടറിയാം. പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച ഏറാമല ഗ്രാമഭംഗിയുടെ കാര്യത്തിൽ പിന്നോക്കമല്ല. എന്നാൽ കോഴിക്കോട് ജില്ലയിലെ ഈ ഗ്രാമം മറ്റൊരു കാര്യത്തിൽ കൂടി എടുത്തു പറയേണ്ടതുണ്ട്. കേളുവേട്ടനില്ലാത്ത ഏറാമലയെക്കുറിച്ച് പറയാനൊക്കില്ല. കേളുവേട്ടൻ രാഷ്ട്രീയക്കാരനല്ല, പ്രശസ്തനുമല്ല, ഒരു സാധാരണ റേഷൻ കടക്കാരൻ മാത്രം. കേളുവേട്ടനെ നാട്ടാർക്കെല്ലാം അറിയാം. ഏറാമല റേഷൻ കടയിലെ കാര്യക്കാരൻ. കഴിഞ്ഞ 30 വർഷമായി കേളുവേട്ടൻ ഏറാമലയിലെ റേഷൻ കടയിൽ നിത്യസാന്നിധ്യമാണ്. കേളുവേട്ടന്റെ കണക്കിലും കാര്യത്തിലും കൃത്യമാണ് എല്ലാം. അതെന്താ മറ്റു റേഷൻ കടകളിലൊക്കെ കണക്കു തെറ്റാണോ എന്ന് ചിന്തിക്കുന്നുണ്ടാകും. എന്നാൽ കാര്യമതല്ല. പീടികയിലെത്തുന്നവർക്ക് കൃത്യമായി സാധനങ്ങൾ എടുത്തു കൊടുക്കുകയും കണക്കു പറഞ്ഞ് പൈസ വാങ്ങി എണ്ണി നോക്കി ശരിയാണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്ന കേളുവേട്ടന് പക്ഷേ കാഴ്ചശക്തിയില്ലെന്നറിയുമ്പോഴാണ് ചോദ്യം ആശ്ചര്യത്തിനു വഴിമാറുക. പണിയെടുക്കാൻ കാഴ്ചയെന്തിന് എന്ന് തന്റെ കഥ കേട്ട് ആശ്ചര്യപ്പെടുന്നവരോട് കേളുവേട്ടൻ ചോദിക്കും. സുന്ദരമായ ഈ ലോകത്തെ കൺകുളിർക്കെ കാണാൻ ആരംഭിച്ച കാലത്ത് ആ കഴിവ് തിരിച്ചെടുത്ത് മുകളിലുള്ളവൻ ആദ്യമായി കേളുവിനെ പരീക്ഷിച്ചു. ജനിച്ച് 6-ാം മാസത്തിൽ വസൂരിയുടെ രൂപത്തിലാണ് വിധി കേളുവിനെ തേടിയെത്തിയത്. കുറച്ചുകാലം ചികിത്സിച്ചെങ്കിലും ഫലമൊന്നുമുണ്ടായില്ല. കണ്ണു മാറ്റിവെക്കാം, പക്ഷേ കാഴ്ച ലഭിക്കില്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞപ്പോൾ കാഴ്ചയില്ലാത്ത കണ്ണെന്തിന് തനിക്കെന്ന് സ്വയം ചോദിച്ച് ജീവിതത്തെ മടക്കി വിളിക്കാൻ ആരംഭിച്ചു കേളുവേട്ടൻ. എനിക്ക് 6-ാം മാസത്തിയരെ വസൂരി രോഗം വന്നതാ. അതോടുകൂടെ പിന്നെ കണ്ടിട്ടില്ല. എന്നിട്ട് ഞാൻ അങ്കമാലി പോയി. അവിടെ നിന്ന് പറഞ്ഞ് ഞരമ്പ് നഷ്ടപ്പെട്ടു പോയി. അത് പിന്നെ ഒരു രക്ഷയില്ല. പിന്നെ വേറെ കണ്ണ് തരാമെന്ന് പറഞ്ഞു, കാഴ്ചക്ക്. അത് ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, കാഴ്ചക്ക് കണ്ണിൻ്റെ ആവശ്യമില്ല. എന്തിന്? ഇതുകൊണ്ട് ആവശ്യമില്ല. ഇതാ ശീലം എടുത്തോ. ഇന്ന് കേളുവേട്ടനെ അറിയാത്തവർ ഏറാമലയിൽ ചുരുക്കം. കേളുവേട്ടൻ അറിയാത്തവരും. വീട് മുതൽ റേഷൻ കട വരെയുള്ള വഴി ഏട്ടന് സുപരിചിതം. കടയിലെ കണക്കുപോലെ കാണാപ്പാടം. കടയിലെത്തിയാൽ ഉടൻ കേളുവേട്ടൻ തിരക്കിലേക്ക് ഊളിയിടും. പിന്നെ വരുന്നവർക്ക് സാധനങ്ങൾ എടുത്തു കൊടുക്കലും ഇടയിൽ കുശലാന്വേഷണവും. കടയിലെത്തുന്ന ഓരോരുത്തരെയും ശബ്ദം കൊണ്ട് കേളുവേട്ടൻ തിരിച്ചറിയും. ഒരു 35 കൊല്ലത്തിന് കയറി തൂക്കുന്നു. ആർക്കും ഇതുവരെ ഒരു പരാതിയും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ആർക്കും കുറവൊന്നും ഉണ്ടായിട്ടില്ല. നല്ലൊരു വിശ്വസ്തനായ കേളുവേട്ടന്. കേളുവേട്ടന്റെ കണക്കും അളവും ഇതുവരെ തെറ്റിയിട്ടില്ലെന്ന് നാട്ടുകാരും സാക്ഷ്യപ്പെടുത്തുമ്പോൾ അവശേഷിക്കുന്ന ഒരു പല്ലും കാട്ടി ആ മനുഷ്യൻ ചെറുതായൊന്ന് ചിരിക്കും. ഈ നാടും കടയും തന്നെയാണ് ഇദ്ദേഹത്തിന്റെ ഏക ആശ്രയവും. മറ്റാരും കൂട്ടിനില്ലെങ്കിലും അതിലൊരു പരിഭവവും കേളുവേട്ടനില്ല കേട്ടോ. കല്യാണം കഴിക്കാഞ്ഞതെന്തേ എന്ന് ചോദിച്ചപ്പോൾ എന്തിനു കഴിക്കണമെന്നായിരുന്നു മറുപടി. ഒറ്റാന്തടിയായി ഇത്രകാലം ജീവിച്ചു, ഇനി അങ്ങോട്ടും അത് മതിയത്രേ. വിരലുകൾ കൊണ്ടുള്ള ഒരുതരം കളിയാണ് കേളുവേട്ടന്റെ കണക്കുകൂട്ടൽ. തുലാസിൽ പിടിച്ചു നോക്കി അളവ് കൃത്യമാക്കും. ചാക്കിൽ നിന്നും അരിയോ മറ്റോ എടുക്കുന്നതും ഇതുപോലെ കൃത്യമായി അളന്നു തന്നെ. ഇതുവരെ ഈ കണക്കിൽ പിഴവുണ്ടായിട്ടില്ല. ആരും കേളുവേട്ടന്റെ ദുഃഖത്തിന് ഇതുവരെ കുറ്റം പറഞ്ഞിട്ടുമില്ല. പറയാൻ കേളുവേട്ടൻ ഇടം കൊടുത്തിട്ടില്ല എന്നതാണ് വാസ്തവം. ഇന്ന് പക്ഷേ പ്രായം ഏറെ മുന്നോട്ട് പോയിരിക്കുന്നു. റേഷൻ കട ജീവിതം 30 വർഷം പിന്നിടുമ്പോൾ കേളുവേട്ടൻ തലയുയർത്തി നിന്ന് പറയും, കാഴ്ചയില്ലാത്തതിന്റെ പേരിൽ വഴിമാറി നടക്കുന്നവരെ നിങ്ങൾക്ക് മുന്നിൽ ഇരുട്ടിന്റെയല്ല സാധ്യതകളുടെ മനോധൈര്യത്തിന്റെ വാതിലാണ് വിധി തുറന്നിടുന്നതെന്ന്.
നമ്മളിൽ പലരും ലോട്ടറി എടുക്കുന്നവരാണ്. ഈ ലോട്ടറി എടുക്കുന്നത് എന്തിനാ? ഭാഗ്യം വരാൻ അല്ലേ? എന്നാൽ കുറെ കാലമായിട്ട് ഈ ഭാഗ്യം കൊല്ലത്ത് കിടന്ന് വട്ടമിട്ട് കറങ്ങുകയാണ്. കൊല്ലത്തെ പുത്തൂർ എന്ന ഗ്രാമത്തിൽ കുറെ നാളുകളായിട്ട് ഒന്നാം സമ്മാനം അടക്കമുള്ളവ അടിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതിന്റെ ഗുട്ടൻസ് എന്താന്ന് ആർക്കും ഒരു പിടിയുമില്ല. നാളത്തെ കേരള ബമ്പർ നറുക്കെടുപ്പ് നാളെയാണ്. ഭാഗ്യാന്വേഷികളുടെ നാടാണ് കേരളമെന്ന് പറയാം. ദിവസേന ഭാഗ്യക്കുറികൾ എടുത്ത് ഇന്നല്ലെങ്കിൽ നാളെ ഭാഗ്യം തന്നെ തേടിയെത്തുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ആയിരങ്ങളുടെ നാട്. നാളെയാണ് കേരള സംസ്ഥാന ഭാഗ്യക്കുറി. എന്നാൽ സംസ്ഥാനത്ത് ഇടക്കാലത്തായി ഭാഗ്യം തേടിച്ചെല്ലുന്നത് കൊല്ലം ജില്ലയിലേക്കാണ്. ഭാഗ്യവാന്മാരുടെ ഗ്രാമമായിരിക്കുകയാണ് കൊല്ലത്തെ പുത്തൂർ എന്ന ഗ്രാമം. ഭാഗ്യക്കുറി നറുക്കെടുപ്പിൽ തുടർച്ചയായി സമ്മാനം ലഭിക്കുന്നത് പുത്തൂർ ഗ്രാമക്കാർക്കാണെന്നത് അതിശയമായി തോന്നാം. നാളെ എന്ന് നീണ്ടുപോകുന്ന ഭാഗ്യത്തിനായി കാത്തിരിക്കുന്നവരാണ് അധികം പേരും. എന്നാൽ ടിക്കറ്റ് എടുക്കേണ്ട താമസം അവിടെ സമ്മാനം അടിച്ചിരിക്കും എന്ന സ്ഥിതിയായിരിക്കുന്നു പുത്തൂരിൽ. നറുക്കെടുപ്പെല്ലാം കഴിഞ്ഞ് പത്രത്തിൽ ഫലം വരുമ്പോൾ ഞാനും ഒരു ടിക്കറ്റ് എടുത്തില്ലോ എന്ന് വിചാരിച്ച് മടിയൊന്നിട്ട് കാര്യമില്ല. നാളെയാണ് കേരള സംസ്ഥാന ഭാഗ്യക്കുറി. ഓണം ബമ്പറിലൂടെയാണ് ഭാഗ്യം പുത്തൂരിൽ കേന്ദ്രീകരിക്കാൻ തുടങ്ങിയതെന്ന് പറയാം. ഓണം ബമ്പർ ഒന്നാം സമ്മാനമായ 5 കോടിയും 1 കിലോ തങ്കവും കൊല്ലം പുനലൂരുള്ള ചന്ദ്രൻപിള്ള എന്ന വ്യാപാരിക്കായിരുന്നു ലഭിച്ചത്. ഇതിനു പിന്നാലെ തുടങ്ങി കൊല്ലത്തേക്കുള്ള ഭാഗ്യപ്രളയം. ഇപ്പോൾ പുത്തൂരാണ് ഭാഗ്യത്തിന്റെ കറങ്ങിക്കളി. സമീപകാലത്ത് 5ാം തവണയും ലോട്ടറി അടിച്ച് പുത്തൂരിനും ബമ്പർ അടിച്ചു. തുടർച്ചയായി 2ാമത്തെ ആഴ്ചയിലും ലോട്ടറി അടിച്ചത് പുത്തൂർ വിറ്റ ടിക്കറ്റിനാണ്. 2 ആഴ്ച മുമ്പ് ലതാ ബാബു എന്ന തയ്യൽ തൊഴിലാളിക്കായിരുന്നു ലോട്ടറി അടിച്ചത്. ഇവരെ തേടി ഞങ്ങൾ ചെന്നെങ്കിലും പ്രതികരിക്കാൻ എന്തോ അവർ തയ്യാറായില്ല. ഒന്നാം സമ്മാനത്തിന് പുറമെ 4 പ്രോത്സാഹന സമ്മാനങ്ങളും നേടിയ നല്ല ഒന്നാന്തരം നമ്പർ 1 ഭാഗ്യവതിയാണിവർ. കശുവണ്ടി തൊഴിലാളിയായ ശാന്തമ്മ തന്നെ തേടിയെത്തിയ ഭാഗ്യത്തിന്റെ ഷോക്കിൽ നിന്നും ഇപ്പോഴും വിട്ടിട്ടില്ല. അമ്മയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി ചില്ലറയ്ക്കായി എടുത്ത ടിക്കറ്റിലാണ് ശാന്തമ്മയ്ക്ക് സമ്മാനം ലഭിച്ചത്. അമ്മയും കൊണ്ട് ആശുപത്രി പോയിട്ട് തിരിച്ചു വന്ന വഴി ചില്ലറ മാറാൻ വേണ്ടി എടുത്തത്. ഈ കട പുത്തൂരിലെ ഭാഗ്യം വിൽക്കുന്ന കടയാണ്. ഇവിടെ നിന്നും വിറ്റ ടിക്കറ്റുകൾക്ക് ഇതിനോടകം 2 ഒന്നാം സമ്മാനം ലഭിച്ചു. ഇപ്പോൾ ഇവിടെ നിന്നും ലോട്ടറി എടുക്കാൻ വൻ തിരക്കാണ്. പ്രായഭേദമന്യേ എല്ലാവരും ഇവിടെ ഭാഗ്യം പരീക്ഷിക്കാനെത്തുന്നു. ടിക്കറ്റുകൾ ഇങ്ങനെ ചൂടപ്പം പോലെ വിറ്റഴിയുന്നതിൽ ഏജന്റുമാർക്കും പെരുത്ത സന്തോഷം. നമുക്ക് 13ാമത്തെ പ്രൈസ് ഇവിടെയാണ് അടിച്ചത്. ഈ പൗർണമി ലോട്ടറിയുടെ ഫസ്റ്റ് പ്രൈസ് 51 ലക്ഷം രൂപ. അതുകൊണ്ട് ഇപ്പം 2 ദിവസം കൊണ്ട് നല്ല കച്ചവടം നടക്കുന്നുണ്ട്. അതിനു മുമ്പും പ്രൈസുകൾ ഇഷ്ടംപോലെ അടിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്നുണ്ട്, അതിനനുസരിച്ച് പ്രൈസും ഇവിടെ അടിക്കുന്നുണ്ട്. സമ്മാനം കിട്ടുന്നതുകൊണ്ട് ആഫീസ് ജോലിക്കാർ അതുപോലെ സ്ത്രീകൾ ഉദ്യോഗസ്ഥരായാലും സ്ഥിരം അവർ ലോട്ടറി എടുക്കുന്നുണ്ട്. പിന്നെ കൂടുതലും ഈ സെയിം ആണ് ആൾക്കാർ എടുക്കുന്നത്. 5 എണ്ണം ചേർത്ത് ഈ പ്രൈസ് അടിച്ചത് അങ്ങനെ പൗർണമി. അതാകുമ്പോൾ ആ സമ്മാനവും അവർക്ക് തന്നെ കിട്ടും. ഈ പ്രോത്സാഹന സമ്മാനം ഉണ്ടല്ലോ, അതും കിട്ടും. ഭാഗ്യം നാളെയാണ് എന്നല്ല, ദാ ഇന്നാണ് എന്ന് പറയുകയാണ് പുത്തൂരുകാർ. ഭാഗ്യം ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. കാരണം ഭാഗ്യം അപ്പോൾ പുത്തൂരുകാരുടെ തലയ്ക്ക് മുകളിൽ വട്ടമിട്ട് പറക്കുകയാണ്. ഇനി ഒരു കുഞ്ഞിടവേള. ആണ്ടാൾ കല്യാണത്തിന്റെ വിശേഷമാണ് ഇനി പറയാൻ പോകുന്നത്. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അനുഷ്ഠിക്കുന്നതിൽ മാത്രമല്ല, അത് കടമെടുക്കുന്നതിലും കേരളം പ്രസിദ്ധമാണ്. ബ്രാഹ്മണരുടെ വളരെ പ്രചാരത്തിലുള്ള ഒരു ആചാരമാണ് ആണ്ടാൾ കല്യാണം. അതിൻ്റെ വിശേഷങ്ങളാണ് ഇനി കലൈഡോസ്കോപ്പ് പങ്കുവയ്ക്കുന്നത്. അപൂർവമായ ഒരു കല്യാണ കാഴ്ചയ്ക്കാണ് കോഴിക്കോട്ടെ തളി കല്യാണ മണ്ഡപം കഴിഞ്ഞ ദിവസം വേദിയായത്.
കേരളത്തിൽ പ്രചാരത്തിലില്ലാത്ത ആണ്ടാൾ കല്യാണമെന്ന ചടങ്ങിന്. വിവാഹം വേഗത്തിൽ നടക്കുന്നതിന് ബ്രാഹ്മണർക്കിടയിൽ പ്രചാരത്തിലുള്ള ചടങ്ങാണിത്. നിറപ്പകിട്ടുകൊണ്ടും ചടങ്ങുകളിലെ വൈവിധ്യം കൊണ്ടുമൊക്കെ ആണ്ടാൾ കല്യാണം ശ്രദ്ധിക്കപ്പെടുന്നു. കേരളത്തിൽ പ്രചാരമില്ലെങ്കിലും തമിഴ്നാട്ടിൽ ഏറെ പ്രചാരമുള്ള ചടങ്ങാണിത്. തമിഴ്നാട്ടിലെ വിഷ്ണു ക്ഷേത്രങ്ങളിൽ മാർഗഴി മാസത്തിലാണ് ഈ ചടങ്ങ് പതിവുള്ളത്. വലിയൊരു ഐതിഹ്യം ഇതിനു പിന്നിലുണ്ട്. പണ്ടൊരു ക്ഷേത്രത്തിലേക്ക് പൂജാരിയുടെ മകൾ ഭഗവാന് ചാർത്താനായി മാല ഉണ്ടാക്കി നൽകുമായിരുന്നു. ഭക്തിയുടെ പാരമ്യത്തിൽ എല്ലാ മാലകളും സ്വയം അണിഞ്ഞ് ഭംഗി നോക്കിയാണ് ഇവൾ ക്ഷേത്രത്തിലേക്ക് നൽകിയിരുന്നത്. ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെ മറ്റൊരാൾ അണിഞ്ഞ മാല ഭഗവാന് ചാർത്താനാവില്ലെന്ന് പൂജാരി വ്യക്തമാക്കി. എന്നാൽ ഈ മാലയല്ലാതൊന്നും ഭഗവാന്റെ വിഗ്രഹത്തിൽ ഉറച്ചു നിൽക്കാതായി. അവസാനം ഈ ആണ്ടാൾ വിഷ്ണു ഭഗവാനെ വിവാഹം കഴിച്ചുവത്രേ. ഇതിന്റെ സ്മരണ പുതുക്കിയാണ് ക്ഷേത്രങ്ങളിൽ ആണ്ടാൾ കല്യാണം ഒരുക്കുന്നത്. വിഷ്ണു ഭഗവാന്റെയും ആണ്ടാളുടെയും പ്രതിമ വേദിയിൽ വയ്ക്കും. വിവിധ രാഗങ്ങളിൽ 30 ശ്ലോകങ്ങൾ ചൊല്ലി ചടങ്ങുകളോടെ ഇവരുടെ വിവാഹം നടത്തും. ഈ ചടങ്ങിനിടയിൽ വിവാഹപ്രായമെത്തിയവരുടെ ജാതകങ്ങൾ പൂജിച്ചു നൽകുന്നതോടെ വിവാഹം പെട്ടെന്ന് നടക്കുമെന്നാണ് വിശ്വാസം. കല്യാണം നടത്തിയെങ്കിൽ എല്ലാവരുമായിട്ട് നമ്മൾ ഒരു കൂടുക, എല്ലാ കുടുംബത്തിലുള്ള അതിൽ സംഘടിച്ച് ഈ ഭഗവാന്റെ കല്യാണം കഴിഞ്ഞ് അവർക്ക് അവിടെയുള്ള കുടുംബത്തിന് ക്ഷേമത്തിനും അവരുടെ കുടുംബത്തിനും നല്ല കല്യാണങ്ങളൊക്കെ വരും പെട്ടെന്നുള്ള ഒരു വിശ്വാസം. ഒരു ദമ്പതികൾ ഇവരുടെ മാതാപിതാക്കളുടെ സ്ഥാനത്ത് നിൽക്കും. ഇവരാണ് ബ്രാഹ്മണ വിവാഹങ്ങളിലെ പതിവ് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുക. പരമ്പരാഗത വേഷങ്ങളാണ് ഇവരും ചടങ്ങുകളിൽ പങ്കെടുക്കുന്നവരും ധരിക്കുന്നതും. മംഗളസ്നാനം, കന്യാദാനം, വസ്ത്രധാരണം എന്നിവയാണ് പ്രധാന ചടങ്ങുകൾ. ഉലക്ക കൊണ്ടുള്ള മുസലബി നൃത്തം, കല്യാണത്തരംഗം എന്ന ആഹ്ലാദ നൃത്തം എന്നിവ ചടങ്ങുകളുടെ ഭാഗമായിട്ട് നടത്തപ്പെടുന്നു. ഭജന സമ്രാട്ട് പത്മനാഭ അയ്യങ്കാർ ആയിരുന്നു കോഴിക്കോട്ടെ ചാലപ്പുറം ഉപസഭ സംഘടിപ്പിച്ച ഈ ചടങ്ങുകൾക്ക് കർമ്മിയായത്. ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും പേരുകേട്ട കേരളത്തിൽ അങ്ങനെ തമിഴ്നാട്ടിൽ നിന്നും കടമെടുത്തതാണെങ്കിലും ഒരാചാരം കൂടി ആചരിക്കപ്പെടുന്നു. പലതരം ഹോബിയുള്ളവരുണ്ട് നമുക്കിടയിൽ. എന്നാൽ വേണുഗോപാലൻ്റേത് ഇത്തിരി വ്യത്യസ്തമാണ്. 786 എന്ന് വരുന്ന ഭാഗ്യ നമ്പറിലുള്ള നോട്ടുകളാണ് ഇദ്ദേഹം ശേഖരിച്ചു വച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ 5 രൂപ മുതൽ 1000 രൂപ വരെയുള്ള നോട്ടുകൾ ഇദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. ആ നോട്ട് വിശേഷങ്ങളിലേക്ക് പോകാം ഇനി. പലതരം ഹോബികളുള്ളവരെ നമുക്കറിയാം. സ്റ്റാമ്പ് കളക്ഷനും കോയിൻ കളക്ഷനും ഒക്കെയായി അങ്ങനെ. എന്നാൽ ഫാൻസി നമ്പറുള്ള നോട്ടുകൾ ശേഖരിക്കുന്ന ഒരാളെ പരിചയപ്പെടാം. ഇത് AN വേണുഗോപാലൻ. മുംബൈയിൽ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന സാധാരണക്കാരൻ. ഇദ്ദേഹത്തിനൊരു ഹോബിയുണ്ട്. 786 എന്ന നമ്പറിൽ അവസാനിക്കുന്ന നോട്ടുകൾ ശേഖരിക്കുക എന്നത്. ഇങ്ങനെ 5 രൂപ മുതൽ 1000 രൂപ വരെയുള്ള നോട്ടുകൾ ഇദ്ദേഹത്തിന്റെ പക്കലുണ്ട്. 786 എന്ന നമ്പർ കൗതുകത്തിനപ്പുറം ഒരു മതത്തിന്റെ ഭാഗ്യ നമ്പർ കൂടിയാണ്. 8 വർഷം മുമ്പ് വെറുതെ ഒരു രസത്തിന് തുടങ്ങിയ വിനോദം ഇന്ന് വേണുഗോപാലൻ ഗൗരവത്തോടെ തുടർന്നു പോരുന്നു. താൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ പണമിടപാടുകളിലൂടെയാണ് വേണുഗോപാലന് ഈ ഹോബി ഉണ്ടാകുന്നത്. നോട്ടുകൾ എണ്ണുന്നതിനിടയിൽ അവിചാരിതമായി ഒരിക്കൽ 786 എന്ന നമ്പർ കണ്ണിലുടക്കി. ഒരു കൗതുകത്തിന് ആ നോട്ട് എടുത്തു വെച്ചു. പിന്നെ നോട്ട് എണ്ണുമ്പോഴൊക്കെ നമ്പർ നോക്കാൻ തുടങ്ങി. അങ്ങനെ അതൊരു കാര്യഗൗരവമുള്ള ഹോബിയായി മാറി. ഇന്ന് വിവിധ നോട്ടുകൾ വേണുഗോപാലിന്റെ ശേഖരത്തിലുണ്ട്. 5 രൂപയുടെ ഒരു നോട്ട്
10ന്റെ 15 എണ്ണം, 20ന്റെ 7 എണ്ണം, 50ന്റെ 5 എണ്ണം, 100ന്റെ 48 എണ്ണം, 500ന്റെ 21 എണ്ണം, 1000ന്റെ 13 എണ്ണം, അങ്ങനെ ആകെ 28,845 രൂപയുടെ നോട്ടുകൾ ഇത്തരത്തിൽ 786 അവസാനം വരുന്ന രീതിയിൽ ഇദ്ദേഹം ശേഖരിച്ചു വച്ചിട്ടുണ്ട്. കയ്യിൽ ഒഫീഷ്യലായിട്ട് നിറയെ ക്യാഷ് വരുന്നുണ്ട്. അതങ്ങനെ തുടങ്ങി ആരംഭത്തിലൊരു 100 രൂപയുടെ നോട്ട് കിട്ടി. അതിനുശേഷം ഈ 786 എന്ന് പറഞ്ഞ മുസ്ലിം സമുദായക്കാർ ഒരു എന്താണെന്ന് പറഞ്ഞാൽ ഇവർ എന്തൊരു കാര്യങ്ങൾ തുടങ്ങുകയാണെങ്കിലും ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും പിന്നെ എന്തൊരു സൽപ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ടാണ് അവർ ആരംഭിക്കുന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതിൻ്റെ വ്യക്തമായിട്ടുള്ളതൊന്നും എനിക്കറിയത്തില്ല, എങ്കിലും അറിഞ്ഞു വെച്ചിരിക്കുന്നത് അത്രേ ഉള്ളൂ. പക്ഷേ അത് ഡീപ്പായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും അറിയില്ല. പക്ഷേ അതൊരു ഭാഗ്യ നമ്പർ എന്ന് പറയും, ചിലർ ഫാൻസി നമ്പർ എന്ന് പറയും. ഇപ്പോൾ ഒരു ഹോബിയായിട്ട് തുടങ്ങി അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഒരു തമാശയായി തുടങ്ങിയതാണെങ്കിലും ഇന്നിത് വേണുഗോപാലിന് വളരെ ഗൗരവമുള്ള കാര്യമാണ്. 786 എന്നത് കൂടാതെ മറ്റൊരു ഹോബി കൂടി തുടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് ഇദ്ദേഹം. അത് 6 എന്ന നമ്പർ മുഴുവനായിട്ടും വരുന്ന നോട്ടുകളുടെ ശേഖരം. ഈ 6 മാത്രമുള്ള ഒരു പ്രത്യേകത എന്തെന്ന്, 6 ഡിജിറ്റലാണ് നമ്മുടെ നോട്ടിൻ്റെ നമ്പേഴ്സ് എല്ലാം. അതിൽ വന്ന് ആ 6 മാത്രമേ ആ പ്രത്യേകത ഉള്ളൂ. 6 വരും, അല്ലാണ്ട് 7 വരില്ല, 8 വരില്ല, 5 ആ നമ്പറിൽ വരുന്നില്ല. അപ്പോൾ 6 മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് അത്. ഈ ശേഖരിച്ചു വച്ചിരിക്കുന്ന നോട്ടുകൾ ഒന്നും പക്ഷേ വേണുഗോപാലൻ മറ്റാവശ്യങ്ങൾക്ക് എടുക്കില്ല എന്ന ദൃഢനിശ്ചയത്തിലാണ്. വിലക്കയറ്റവും ജീവിത ചെലവും ഏറി വന്നാലും ഈ പൈസയിൽ തൊട്ടുകളിക്കില്ല. ഈ ചേച്ചിമാരുടെ പണി ഇവിടെ ഭംഗിയായി നടക്കട്ടെ. നമുക്കൊരു ചെറിയ ഇടവേള എടുത്തിട്ട് വരാം. വിജയൻ വള്ളിക്കാവ് ഒരു എഴുത്തുകാരനാണ്. എഴുത്തുകാരനായതുകൊണ്ട് എന്താ ഇത്ര പ്രത്യേകത എന്നായിരിക്കും. സ്വന്തം എഴുത്തുകുത്തുകൾ നാട്ടുകാരെ അറിയിക്കാൻ വേറെ മാർഗമില്ലാതായപ്പോൾ സ്വയം പ്രസാധകനായ കഥയാണ് വിജയന് പറയാനുള്ളത്. തൃശ്ശൂരുകാരനായ ഇദ്ദേഹം ഇന്ന് സ്വന്തമായി ഒരു പ്രസാധക സംരംഭം നടത്തി അതിലൂടെ വിജയം കൈവരിക്കുന്ന കാഴ്ച കാണാം. വിജയൻ വള്ളിക്കാവ് എന്ന എഴുത്തുകാരൻ പ്രസിദ്ധനാകുന്നത് സ്വന്തം കൃതികൾ കൊണ്ടല്ല, ആ കൃതികൾ പ്രസിദ്ധീകരിക്കുന്നതിലൂടെയാണ്. താൻ എഴുതിയ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാൻ പ്രസാധകരെ ലഭിക്കാതെ വന്നപ്പോൾ സ്വന്തമായി ഒരു പ്രസാധന സംരംഭം തുടങ്ങിയ കഥയാണ് ഈ കഥാകൃത്തിന് പറയാനുള്ളത്. ലാണ് ഈ ആശയം തന്റെ തലയിൽ ഉദിക്കുന്നതെന്ന് വിജയൻ പറയുന്നു. പ്ലാച്ചിമട സമരം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയം. സമരത്തെ ശക്തിപ്പെടുത്തുന്നതിനായി കൊക്കക്കോള കമ്പനിക്കെതിരെ ഒരു കുടയിൽ മുദ്രാവാക്യങ്ങൾ എഴുതി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒറ്റയ്ക്ക് സഞ്ചരിച്ച സ്കൂളുകളിലും കോളേജുകളിലുമൊക്കെ കയറി കുടിവെള്ള സംരക്ഷണത്തിന്റെ ആവശ്യകതയെക്കുറിച്ചും മറ്റുമൊക്കെ ബോധവൽക്കരണം നടത്തി. അപ്പോഴാണ് എന്തുകൊണ്ട് തന്റെ പ്രതിഷേധം ഒരു കവിതാരൂപേണ പുറത്തിറക്കിക്കൂടാ എന്ന ചിന്ത വിജയൻ വള്ളിക്കാവിനുണ്ടാകുന്നത്. അങ്ങനെയാണ് 6ാം ലോകം 2ാം ഭാഗം എന്ന കവിതാ സമാഹാരം പിറവിയെടുക്കുന്നത്. എന്നാൽ പ്രസാധകരെ കിട്ടാതെ ഈ എഴുത്തുകാരൻ ഏറെ ബുദ്ധിമുട്ടി. ആരെയും ലഭിക്കാതായപ്പോൾ അതും സ്വയം ചെയ്യാമെന്ന തീരുമാനത്തിലെത്തുകയായിരുന്നു ഇദ്ദേഹം. അങ്ങനെയാണ് ബുദ്ധം ബുക്സ് എന്ന പ്രസാധന സംരംഭം ഉണ്ടാകുന്നത്. കൃതികളും ആശയങ്ങളുമെല്ലാം ഇന്ന് വിജയൻ വള്ളിക്കാവ് എന്ന ഈ മനുഷ്യൻ സ്വയം അച്ചടിച്ച് സ്വയം വിൽപ്പന നടത്തുന്നു. ഇതാണ് വിജയൻ വള്ളിക്കാവിന്റെ പ്രസാധക ചരിത്രം. തോറ്റു പിന്മാറാൻ തയ്യാറാകാതിരുന്ന ഇദ്ദേഹം അതിനെ മറികടക്കുന്നത് മനോധൈര്യം കൊണ്ടാണ്. സ്വന്തം കൃതികൾക്ക് പ്രസാധകരെ കിട്ടാതെ വന്നപ്പോൾ സ്വീകരിച്ച മാർഗം ഇന്ന് വിജയൻ വള്ളിക്കാവിന്റെ പുസ്തകങ്ങളെ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നു. പഴയകാല ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളിലൊക്കെ തലകാണിച്ചിട്ടുള്ള വിജയൻ തികഞ്ഞൊരു കലാപ്രേമിയാണ്. തന്നെയും തന്റെ സൃഷ്ടികളെയും നിരസിച്ചവരോടുള്ള മറുപടി കൂടിയാണ് ഇദ്ദേഹത്തിന്റെ ഈ ബുദ്ധം ബുക്സ് എന്ന സ്ഥാപനം. ഇപ്പോൾ സ്വന്തം കൃതികൾ മാത്രമാണ് ഇവിടെ അച്ചടിക്കുന്നത്. ഇനി ആർക്കെങ്കിലും പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കണമെന്നുണ്ടെങ്കിൽ വിജയൻ വള്ളിക്കാവിനെ സമീപിക്കാം.
സ്വന്തം കൃതികൾ മാത്രമല്ല, മറ്റുള്ളവരെ സഹായിക്കാനും ഇദ്ദേഹം സന്നദ്ധനാണ്. കലയെ അതിരറ്റ് സ്നേഹിക്കുന്ന ഇദ്ദേഹത്തെ പോലെ നിരവധി പേരുണ്ടാകാം സമൂഹത്തിൽ. എന്നാൽ എങ്ങുനിന്നും സഹായം ലഭിക്കാതാകുമ്പോൾ തോറ്റുമടങ്ങുകയല്ലാതെ സധൈര്യം അതിനെ നേരിടുകയാണ് വേണ്ടതെന്ന് വിജയൻ വള്ളിക്കാവ് തെളിയിക്കുന്നു. സ്വന്തം നിശ്ചയദാർഢ്യം കൊണ്ട് തന്നെ. അപ്പോൾ ഏതാണ്ട് എനിക്ക് പോകാൻ സമയമായി. എനിക്ക് തന്നിരിക്കുന്ന സമയവും തീരാനായി. പക്ഷെ അടുത്ത ആഴ്ച ഞാൻ വീണ്ടും എത്തും. അതിന് നിങ്ങൾ പ്രേക്ഷകർ കൂടി സഹായിക്കണം. ചില അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിശേഷങ്ങളുമൊക്കെ നിങ്ങൾക്ക് അറിയിക്കാനുണ്ടാകും. അത് പ്രൊഡ്യൂസർ കലൈഡോസ്കോപ്പ് ഇന്ത്യ വിഷൻ, ടുറ്റൂസ് ടവർ, പാടിവട്ടം, കൊച്ചി എന്ന വിലാസത്തിൽ എന്നെ അറിയിക്കുക. വിളിച്ചും പറയാം 9447498601. അപ്പോൾ അടുത്ത ആഴ്ച കാണാം. ഗുഡ് ബൈ.